മഹാത്മാഗാന്ധിയുടെ ജന്മഗൃഹം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കീർത്തി മന്ദിർ. മഹാത്മാഗാന്ധിയുടെ ജന്മഗൃഹം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കീർത്തി മന്ദിർ. തൻ്റെ സ്പിരിച്വൽ റെഫറൻസ് ബുക്കായി ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീത. തൻ്റെ സ്പിരിച്വൽ റെഫറൻസ് ബുക്കായി ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയെയാണ്. 1889 അദ്ദേഹം ഭഗവത്ഗീത വായിക്കുന്നത്. തനിക്കത് തൻ്റെ അമ്മയെപ്പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും ഭഗവത്ഗീതയെക്കുറിച്ചാണ്. ആരോടൊപ്പമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് 1888 കപ്പൽ കയറിയത്? ത്രയംബകറായ് മജുംദാർ. ആരോടൊപ്പമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് 1888 കപ്പൽ കയറിയത്? ത്രയംബകറായ് മജുംദാർ. അദ്ദേഹം പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്. ത്രയംബകറായ് മജുംദാർ ഒരു അഡ്വക്കേറ്റായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ 1894 സ്ഥാപിച്ച സംഘടന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ 1894 സ്ഥാപിച്ച സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. പോർബന്ദർ കൂടാതെ എവിടെയാണ് ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്? രാജ്കോട്ട്. പോർബന്ദർ കൂടാതെ എവിടെയാണ് ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്? രാജ്കോട്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് പോർബന്ദറിലും രാജ്കോട്ടിലും ദിവാനായി ഇരുന്നിട്ടുണ്ട്. പോർബന്ദറിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിയാണ് അവർ രാജ്കോട്ടിലേക്ക് വരുന്നത്. വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ക്ലബ്ബുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പാസീവ് റെസിസ്റ്റേഴ്സ്. ഇത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ക്ലബ്ബുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പാസീവ് റെസിസ്റ്റേഴ്സ്. ഇത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അൺടു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തത് ഹെൻറി പോളക്ക്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അൺടു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തത് ആരാണ്? ഹെൻറി പോളക്ക്. ഗോകുൽദാസ് മക്കഞ്ചിക്ക് ഗാന്ധിജിയുമായുള്ള ബന്ധം എന്തായിരുന്നു? ഭാര്യാപിതാവ്. ഗോകുൽദാസ് മക്കഞ്ചിക്ക് ഗാന്ധിജിയുമായുള്ള ബന്ധം ഭാര്യാപിതാവായിരുന്നു. അദ്ദേഹം കസ്തൂർബ ഗാന്ധിയുടെ പിതാവായിരുന്നു ഗോകുൽദാസ് മക്കഞ്ചി. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏതായിരുന്നു? പീറ്റർ മാരിറ്റ്സ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏതായിരുന്നു? പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയായിരുന്നു? ഭാവ്നഗർ. ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് ഗുജറാത്തിലെ ഭാവ്നഗർ എന്ന സ്ഥലത്തായിരുന്നു. ഗാന്ധിജി ദർബനിൽ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച വർഷം 1904. ഗാന്ധിജി ദർബനിൽ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച വർഷം 1904. ജോൺ റസ്കിൻ്റെ അൺടു ദ ലാസ്റ്റ് എന്ന പുസ്തകം വായിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുന്നത്. വിദേശയാത്ര നടത്തിയെന്ന കാരണത്താൽ ഗാന്ധിജിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിന് ജ്യേഷ്ഠൻ ഗാന്ധിജിയെ പുണ്യസ്നാനം ചെയ്യിച്ചത് എവിടെയാണ്? നാസിക്. വിദേശയാത്ര നടത്തിയെന്ന കാരണത്താൽ ഗാന്ധിജിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിന് ജ്യേഷ്ഠൻ ഗാന്ധിജിയെ പുണ്യസ്നാനം ചെയ്യിച്ചത് നാസിക്കിലാണ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രമായ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? മൻസുഖ് ലാൽ നാസർ. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രമായ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പത്രാധിപർ മൻസുഖ് ലാൽ നാസർ ആയിരുന്നു. ഈ പത്രം തുടങ്ങിയത് മദൻജിത്താണ്. ഏത് യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്? ബോവർ യുദ്ധത്തിൽ. ഏത് യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ചാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി നൽകിയത്? ബോവർ യുദ്ധം.
പഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയ വർഷം 1888. പഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയ വർഷം 1888. ആരുടെ സഹായത്തോടെയാണ് ഗാന്ധിജി പ്രിട്ടോറിയയിൽ അവിടുത്തെ ഇന്ത്യക്കാരുടെ യോഗം വിളിച്ചു ചേർത്തത്? തയ്യബ് ഹാജി ഖാൻ. ആരുടെ സഹായത്തോടെയാണ് ഗാന്ധിജി പ്രിട്ടോറിയയിൽ അവിടുത്തെ ഇന്ത്യക്കാരുടെ യോഗം വിളിച്ചു ചേർത്തത്? തയ്യബ് ഹാജി ഖാൻ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്? 1901 കൽക്കട്ടയിൽ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്? 1901 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി ഏത്? ഓണററി സെക്രട്ടറി. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി ഓണററി സെക്രട്ടറി. നിയമപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ കേസ് വാദിച്ചത് എവിടെയാണ്? മുംബൈ. നിയമപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ കേസ് വാദിച്ചത് മുംബൈയിലാണ്. ആദ്യ കേസിൽ അദ്ദേഹത്തിന് കോടതി മുറിയിൽ ധൈര്യം ചോർന്നു പോയതിനെക്കൊണ്ട് വാദിയെ വിസ്തരിക്കാൻ കഴിയാതെ അദ്ദേഹം അപമാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഗാന്ധിജിയെ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശിച്ച കുടുംബ സുഹൃത്തിൻ്റെ പേര് മാവ്ജി ദവേ. ഗാന്ധിജിയെ പഠനത്തിന് ഇംഗ്ലണ്ടിൽ അയക്കണമെന്ന് നിർദ്ദേശിച്ച കുടുംബ സുഹൃത്തിൻ്റെ പേര് മാവ്ജി ദവേ. ഗാന്ധിജിയെ സ്വാധീനിച്ച ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ എന്ന പുസ്തകം രചിച്ചത് ടോൾസ്റ്റോയ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ എന്ന പുസ്തകം രചിച്ചത് ടോൾസ്റ്റോയ്. ഗാന്ധിജി ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ്? ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ. ഗാന്ധിജി ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ്? ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഗാന്ധിജി മുംബൈയിൽ കപ്പലിറങ്ങിയ തീയതി 1915 ജനുവരി 9. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഗാന്ധിജി മുംബൈയിൽ കപ്പലിറങ്ങിയ തീയതി 1915 ജനുവരി 9. ബീഹാറിലെ ഭൂകമ്പത്തെ അസ്പൃശ്യതയുമായി ബന്ധപ്പെടുത്തിയ ഗാന്ധിജിയുടെ നിലപാടിനെ വിമർശിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബീഹാറിലെ ഭൂകമ്പത്തെ അസ്പൃശ്യതയുമായി ബന്ധപ്പെടുത്തിയ ഗാന്ധിജിയുടെ നിലപാടിനെ വിമർശിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സംഘടിപ്പിച്ച സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതിന് അദ്ദേഹത്തിന് പ്രേരണയായത് രാജ്കുമാർ ശുക്ല എന്ന കർഷകനാണ്. അദ്ദേഹമാണ് ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്. 1915 ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ച സ്ഥലം കൊച്ചരബ്. 1915 ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ച സ്ഥലം കൊച്ചരബ്. ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച സ്ഥലം ഏതാണ്? ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗ്. ഗംഗാനദിയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗംഗാനദിയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം ഗാന്ധിജി എഴുതിയത് ഏതു ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം ഗാന്ധിജി എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. ടോൾസ്റ്റോയ് ഫാം തുടങ്ങാനുള്ള ഭൂമി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഹെർമൻ കല്ലൻബാഗ്. ടോൾസ്റ്റോയ് ഫാം തുടങ്ങാനുള്ള ഭൂമി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഹെർമൻ കല്ലൻബാഗ്. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുചടങ്ങ് ഏതാണ്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുചടങ്ങ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ്. ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു മടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ച വർഷം 1914. ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു മടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ച വർഷം 1914. 1918 ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ച ഖെയ്റ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. 1918 ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ച ഖെയ്റ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്.
ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? 1916. ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത്? 1916 ലക്നൗ കോൺഗ്രസ്. ഗാന്ധിജിയെയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് CF ആൻഡ്രോസ്. ഗാന്ധിജിയെയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് CF ആൻഡ്രോസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതനിഷ്ഠയായി സ്വീകരിക്കാൻ തീരുമാനിച്ചത്? 37ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതനിഷ്ഠയായി സ്വീകരിക്കാൻ തീരുമാനിച്ചത്? 37ാമത്തെ വയസ്സിൽ. ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിനം ആചരിക്കുന്നത്? 2003. ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിനം ആചരിക്കുന്നത്? 2003. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മട്സുമായി ഗാന്ധിജി ഉടമ്പടിയിലേർപ്പെട്ടതിനാൽ അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി മിർ ആലം ഖാൻ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മട്സുമായി ഗാന്ധിജി ഉടമ്പടിയിലേർപ്പെട്ടതിനാൽ അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദിയാണ് മിർ ആലം ഖാൻ. ഏത് അസുഖം ബാധിച്ചതിനാലാണ് 1914 ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറാൻ ഗാന്ധിജി നിർബന്ധിതനായത്? പ്ലൂറിസി. ഏത് അസുഖം ബാധിച്ചതിനാലാണ് 1914 ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറാൻ ഗാന്ധിജി നിർബന്ധിതനായത്? പ്ലൂറിസി. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായ വർഷം 1917. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായ വർഷം 1917. അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം ശമ്പള വർധനമാണ് ഉണ്ടായത്? 35%. അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം ശമ്പള വർധനമാണ് ഉണ്ടായത്? 35%. ആദ്യം 50% വർധനമാണ് ആവശ്യപ്പെട്ടതെങ്കിലും പിന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 35% മാറുകയാണ് ഉണ്ടായത്. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി മഷിപുരണ്ടത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? നവജീവൻ. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി മഷിപുരണ്ടത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? നവജീവൻ. ഹിമാലയത്തിന് സമാനൻ എന്ന് ഗാന്ധിജി വിലയിരുത്തിയ നേതാവ് ബാലഗംഗാധര തിലകൻ. ഹിമാലയത്തിന് സമാനൻ എന്ന് ഗാന്ധിജി വിലയിരുത്തിയ നേതാവ് ബാലഗംഗാധര തിലകൻ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് അക്രമാസക്തരായ ഒരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും അതിൽ 22 പോലീസുകാരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. മുഹമ്മദ് അലിയോടും ഷൗക്കത്ത് അലിയോടും ചേർന്ന് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. മുഹമ്മദ് അലിയോടും ഷൗക്കത്ത് അലിയോടും ചേർന്ന് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ച ജഡ്ജി ബ്രൂംഫീൽഡ്. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ച ജഡ്ജി ബ്രൂംഫീൽഡ്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് 1922 രാജ്യദ്രോഹ കുറ്റത്തിന് 6 വർഷത്തേക്ക് ഗാന്ധിജിയെ ശിക്ഷിച്ചത്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1920. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1920. ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലണ്ടുകാരിയായ മീര ബെഹൻ്റെ യഥാർത്ഥ പേര് മെഡലിൻ സ്ലേഡ്. ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലണ്ടുകാരിയായ മീര ബെഹൻ്റെ യഥാർത്ഥ പേര് മെഡലിൻ സ്ലേഡ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യയായ സരള ബെന്നിൻ്റെ യഥാർത്ഥ പേര് കാതറിൻ മേരി ഹെയ്ലിമാൻ എന്നാണ്. രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം ബെൽഗാം. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച
ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം ബെൽഗാം 1924 ബെൽഗാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? യൂസഫ് മെഹ്റലി. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് യൂസഫ് മെഹ്റലി. ദണ്ഡിയാത്രയിൽ എത്ര അനുയായികളാണ് ഗാന്ധിജിയെ അനുഗമിച്ചത്? 78. ദണ്ഡിയാത്രയിൽ എത്ര അനുയായികളാണ് ഗാന്ധിജിയെ അനുഗമിച്ചത്? 78. ഗാന്ധിയുടെ 61-ാം വയസ്സിലായിരുന്നു ദണ്ഡിയാത്ര. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് എപ്പോഴാണ്? ദണ്ഡിയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ്. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ദണ്ഡിയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ്. ദണ്ഡി മാർച്ചിനെ വിപ്ലവത്തിൻ്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ബ്രെയിൽസ്ഫോർഡ്. ദണ്ഡി മാർച്ചിനെ വിപ്ലവത്തിൻ്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ബ്രെയിൽസ്ഫോർഡ്. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി ദണ്ഡിയിലെത്തിയ തീയതി 1930 ഏപ്രിൽ 5. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി ദണ്ഡിയിലെത്തിയ തീയതി 1930 ഏപ്രിൽ 5. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ സമര നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തിയാബ്ജി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ സമര നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തിയാബ്ജി. കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധിയായി ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം 1931. കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധിയായി ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം 1931. എന്നാൽ ചർച്ച പരാജയമായിരുന്നു. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. 1936 സേവാഗ്രാം ആശ്രമം സ്ഥാപിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം ഗാന്ധിജി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1934. കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം ഗാന്ധിജി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1934. 1936 അദ്ദേഹം സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. 1939 കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജിയെ പിന്തുണച്ച സ്ഥാനാർത്ഥി ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. 1939 കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥി പട്ടാഭി സീതാരാമയ്യ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി കോൺഗ്രസ് അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഹരിപുര സമ്മേളനത്തിൽ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി കോൺഗ്രസ് അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഹരിപുര സമ്മേളനത്തിൽ. പൂന ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1932 സെപ്റ്റംബർ 24. പൂന ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1932 സെപ്റ്റംബർ 24. കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് യർവാദ ജയിലിൽ മരണം വരെ ഉപവാസം പ്രഖ്യാപിച്ച ഗാന്ധിജി ഏതുടമ്പടിയെ തുടർന്നാണ് അത് പിൻവലിച്ചത്? പൂന ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് യർവാദ ജയിലിൽ മരണം വരെ ഉപവാസം പ്രഖ്യാപിച്ച ഗാന്ധിജി ഏതുടമ്പടിയെ തുടർന്നാണ് അത് പിൻവലിച്ചത്? പൂന ഉടമ്പടി. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയുടെ അനുയായികൾക്ക് ആവേശം പകർന്ന ഗാനം രഘുപതി രാഘവ രാജാറാം. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയുടെ അനുയായികൾക്ക് ആവേശം പകർന്ന ഗാനം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജി ദണ്ഡി മാർച്ചിന് തുടക്കം കുറിച്ച തീയതി 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡി മാർച്ചിന് തുടക്കം കുറിച്ച തീയതി 1930 മാർച്ച് 12. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി ഒപ്പം പോയത് ആരാണ്? MM മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി ഒപ്പം പോയത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണവാർത്ത അറിഞ്ഞാണ്? ബാലഗംഗാധര തിലകൻ. എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണവാർത്ത അറിഞ്ഞാണ്? ബാലഗംഗാധര തിലകൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എവിടെയാണ്? മുംബൈ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട്
ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എവിടെയാണ്? മുംബൈ. എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിച്ചത്? റൗലറ്റ് നിയമം. എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിച്ചത്? റൗലറ്റ് നിയമം. ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1919. ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1919. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതിയുടെ തൊട്ടു മുൻപ് അന്തരിച്ച നേതാവ് ബാലഗംഗാധര തിലകൻ. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതിയുടെ തൊട്ടു മുൻപ് അന്തരിച്ച നേതാവ് ബാലഗംഗാധര തിലകൻ. സിവിലാജ്ഞാ ലംഘനം എന്ന ആശയം ഗാന്ധിജിക്ക് കിട്ടിയത് ആരിൽ നിന്നാണ്? ഹെൻറി ഡേവിഡ് തോറോ. സിവിലാജ്ഞാ ലംഘനം എന്ന ആശയം ഗാന്ധിജിക്ക് കിട്ടിയത് ആരിൽ നിന്നാണ്? ഹെൻറി ഡേവിഡ് തോറോ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1931 മാർച്ച് 5.